ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലയോ കോൺവെൻ്റ് വാതിലെത്തുമ്പോൾ വിളിക്കരുതെന്ന്? വേണ്ട വേണ്ട, വെയിറ്റ് ഒന്നും ചെയ്യണ്ട. ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ വന്നോളാം. വെറുതെ എന്തിനാ ആൾക്കാർക്ക് സംശയം കൊടുക്കണേ? ഓക്കെ, ശരി, ബൈ, ലവ് യു. സിസ്റ്ററെ, ഞാൻ എത്തി. ഞാൻ ഇവിടെ ഗേറ്റിൻ്റെ അടുത്തുണ്ട്. ഞാനിത് വരുന്നു ഷാനൻ, നിങ്ങൾ കയറിപ്പോരെ. പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റിയല്ലേ? ആരാ ഈ സുന്ദരി? വെള്ള കുടുംബക്കാരോ സ്വന്തക്കാരോ ആണോ? സ്വന്തമാണോന്നോ? സ്വന്തത്തിൽ സ്വന്തമല്ലേ ഷാനൻ. കാണുമ്പോൾ പറയാട്ടോ ബാക്കി. ഓ, അപ്പം നിനക്ക് ആളെ പിടിയിട്ടല്ലേ? സിസ്റ്റർ, ഇവർക്ക് എങ്ങനെയാണ് ഇത് പറ്റുന്നേ? ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാർക്ക് അവരെങ്ങനെയാണ് ഈ ലോകമൊക്കെ വിട്ടു പോകാൻ പറ്റുന്നേ? ഷാനനറിയോ, ദൈവസ്നേഹത്തിൻ്റെ പകരം വയ്ക്കാനാവാത്ത ഒരു സംഗീതമായിരുന്നു വിശുദ്ധ ക്ലാരയുടെ ജീവിതം. ദൈവസ്നേഹപൂരിതയായ വിശുദ്ധ ക്ലാര തൻ്റെ ആത്മപുത്രിയായ വാഴ്ത്തപ്പെട്ട ആഗ്നസിന് എഴുതിയ കത്തുകളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആകാശത്തിനു കീഴിൽ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞതിനാൽ എനിക്ക് യഥാർത്ഥത്തിൽ ആഹ്ലാദിക്കാൻ കഴിയുന്നു. ഈ ആഹ്ലാദം ആരും എന്നിൽ നിന്ന് എടുത്തു കളയുകയില്ല. അടുത്ത ഡയലോഗ് കേട്ടാലോ? വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ പഞ്ഞി പോലെ ദൈവസ്നേഹമാകുന്ന സാഗരത്തിൽ ക്ലാര പുണ്യരുടെ ജീവിതം ഇങ്ങനെ മുങ്ങിക്കിടക്കുമെന്ന് നമുക്ക് തോന്നും. പറയട്ടെ, വിശുദ്ധ ക്ലാര ആഗ്നസിനോട് പറയുവാണേ, അവിടുത്തെ സ്നേഹിച്ചു കഴിയുമ്പോൾ നീ ബ്രഹ്മചാരിയാകും. ഈശോയെ സ്പർശിച്ചു കഴിയുമ്പോൾ നീ ശുദ്ധിയുള്ളവളാകും. ദൈവത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ നീ ഒരു കന്യകയാകും. അവിടുത്തെ ശക്തി മറ്റെല്ലാറ്റിനെയും അതിലംഘിക്കുന്നു. അവിടുത്തെ ഔദാര്യം അതുല്യമാണ്. അവിടുത്തെ സൗന്ദര്യം അവർണ്ണനീയമാണ്. അവിടുത്തെ സ്നേഹം ഏറ്റവും ആർദ്രമാണ്. ഒന്നിനെ കൈവിട്ട് 100 ഇരട്ടി കരസ്ഥമാക്കിയ ഒരു അടിപൊളി മിടുക്കിയുടെ വൈബില്ലേ വാക്കുകളിൽ? Jin Mahakasha